ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യ പുഷ്പം പോലെ നേടുമെന്നാണ് ആരാധകർ കരുതിയിരുന്നത്. സമീപകാലത്തായി അത്ര മികച്ച ഫോമിലല്ല ലങ്ക. രോഹിത്തും കോഹ്ലിയും അടങ്ങുന്ന ഇന്ത്യൻ സംഘം അവരെ നിഷ്പ്രയാസം കീഴടക്കുമെന്നാണ് ആരാധകർ കരുതിയിരുന്നത്. എന്നാൽ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യയെ സമനിലയിൽ തളച്ച ലങ്ക രണ്ടാം മത്സരത്തിൽ ഇന്ത്യയെ കീഴടക്കുകയായിരുന്നു. ഇനി പരമ്പരയിൽ ശേഷിക്കുന്ന ഒരൊറ്റ മത്സരം മാത്രമാണ്. ഈ മത്സരത്തിൽ വിജയിക്കാനായാൽ പരമ്പര നഷ്ടമാവാതെ ഇന്ത്യക്ക് തടിതപ്പാം. പക്ഷേ മൂന്നാം മത്സരത്തിൽ തോറ്റാൽ ഇന്ത്യക്ക് മാത്രമല്ല, പരിശീലകൻ ഗൗതം ഗംഭീറിനും അഭിമാന പ്രശ്നമാണ്. ഗംഭീറിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങും. മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യ ഇറങ്ങുമ്പോൾ പ്രധാനമായും 3 മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിനുണ്ടാകുമെന്ന് കരുതാം. മാറ്റങ്ങൾ വരുത്തിയല്ല എങ്കിൽ ഇന്ത്യയുടെ പരമ്പര നഷ്ടമാവാൻ തന്നെ സാധ്യതയുണ്ട്. അതിനാൽ അടുത്ത മത്സരത്തിൽ ഗംഭീർ കൊണ്ടുവരാൻ സാധ്യതയുള്ള 3 മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മധ്യനിരയാണ് ഇന്ത്യയുടെ പ്രധാന പ്രശ്നം. അതിനാൽ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ തിളങ്ങാൻ കഴിയാതെ പോയ ലോകേഷ് രാഹുൽ, ശ്രേയസ് അയ്യർ എന്നിവരിൽ ഒരാൾക്ക് പകരം ഋഷഭ് പന്ത് ആദ്യ 11-ലെത്താൻ സാധ്യതകളുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ മുട്ടയിട്ട ശിവൻ ദുബെയും പുറത്തിറക്കാൻ സാധ്യതകളുണ്ട്. ദുബെ പുറത്തിരുന്നാൽ സ്പിൻ കൂടി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന റയൻ പരാഗിന് 3ാം ഏകദിനത്തിൽ അവസരം ലഭിക്കും. 2ാം ഏകദിനത്തിൽ വിക്കറ്റൊന്നും വീഴ്ത്താൻ കഴിയാതെ അർഷദീപ് സിംഗിന് പകരം ഖലീൽ അഹമ്മദിനും അവസരം നൽകാൻ സാധ്യതയുണ്ട്. ബുധനാഴ്ച പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ ശ്രീലങ്ക 3ാം ഏകദിനം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.